ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ അവർക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 13th വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. 7 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പുറത്താകുമെന്ന് ഇതുവരെയ്ക്കും വ്യക്തമായ ചിത്രം ലഭിക്കാത്ത ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവാകത്തുള്ളൂ. അതോടൊപ്പം വരിമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഏതായാലും ഇന്ന് രാത്രി 11 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷനിൽ ജിൻഡോ തന്നെ അജയനായി തുടരുകയാണ്. തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള മത്സരാർത്ഥികളില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലേക്ക് വോട്ടിംഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2,65,347 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 2ാം പൊസിഷനിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ജാസ്മിൻ തന്നെ തുടരുന്നുണ്ട്. ജാസ്മിൻ ഒരു വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിലേക്ക് മുന്നേറുകയാണ്. ഇപ്പോൾ 2,06,345 വോട്ടാണ് ജാസ്മിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്നലെ അർജുൻ അട്ടിമറിച്ച് 2ാം പൊസിഷനിൽ കയറിയതിനു ശേഷം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമായി മുന്നേറുകയാണ് ജാസ്മിൻ. 3ാം പൊസിഷനിൽ അർജുനാണുള്ളത്. അർജുൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ പ്രകടനം നല്ല രീതിയിലായതുകൊണ്ട് തന്നെ അർജുന് വോട്ടിംഗ് കയറുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ജാസ്മിനെ അട്ടിമറിക്കാൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2,01,500 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ യാതൊരു മാറ്റവുമില്ലാണ്ട് സിജോ തന്നെ തുടരുകയാണ്. ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം സിജോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 1,56,207 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ ശ്രീധുവാണുള്ളത്. ശ്രീധു നേരത്തെ ഋഷീനെ അട്ടിമറിച്ചതിന് ശേഷം നല്ലൊരു മുന്നേറ്റം നടത്തി. എനിക്ക് തോന്നുന്നു ശ്രീധുവിൻ്റെ തമിഴ് ഫാൻസാണ് വോട്ടാക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചെറിയ രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടിരുന്നുണ്ട്. 1,40,700 വോട്ട് നേടി ഇപ്പോഴും 5ാം പൊസിഷനിൽ തന്നെയാണ്. 6ാം പൊസിഷനിൽ ഡേഞ്ചർ സോണിലായിട്ടുള്ള ഋഷിയാണുള്ളത്. 1,40,60 വോട്ടാണ് ഋഷി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം ശ്രീധുവിനെ അട്ടിമറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വരിമണിക്കൂറുകൾ വോട്ടിങ്ങിൽ അറിയത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഋഷി നിലനിൽക്കുന്നത്. 7ാം പൊസിഷനിൽ നോറ തന്നെയാണ് തുടരുന്നത്. നോറയാണ് ഇത്തവണ പുറത്തു പോകുക. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് വോട്ടിങ്ങിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ 1,33,677 വോട്ട് നേടി 7ാം പൊസിഷനിൽ തുടരുകയാണ്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയെ മാറിയിരിക്കുകയാണ് നോറ.